എവിടുന്നേലും 5 പൈസ കിട്ടിയല്ല അപ്പൊ തിന്നാൻ വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദേ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ മെനു ഒക്കെ നോക്കണുണ്ടായതുകൊണ്ട് ഫുൾ ഓർഡർ ചെയ്യണ പോലെ ടാശാന്റെ വിചാരം. പക്ഷേ ഒരു ടിസ്റ്റ് ഞങ്ങളെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എന്താ മന്തി കഴിക്കാന്ന് ഇത് പറഞ്ഞിട്ട് ഞാനവിടെ അടിയായി ഊച്ചിപ്പണക്കിട്ട് വണ്ടിയിൽ മൊബൈലൊക്കെ ഇരിക്കട്ടോ. എന്നെ കടയിൽ കയറിയിട്ട് പിന്നെ അവൾക്കുള്ള കാത്തിരിപ്പാണ്. അവളെന്ന് പറഞ്ഞ് മന്തിനേട്ടാ മന്തി വരാൻ വേണ്ടി ഒരു കാത്തിരിപ്പേ. നമുക്കൊരു മന്തിക്കട തുടങ്ങിയാലോ? ഫ്രഷ് ഐഡിയ പറയണ്ട, നമ്മുടെ മാത്രം ഐഡിയ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാ. ഞാൻ മന്തിക്കട വന്നിരിക്കുന്ന ഈ ഓരോ കൊണച്ച ഐഡിയ ഇവനെ നൈസായിട്ട് എനിക്കിട്ട് താങ്ങിയോ. ആ ദേഷ്യത്തിലും മയണൈസ് എടുത്ത് പിന്നെ മുഖത്തേക്ക് അടിക്കാന്ന് വെച്ചാൽ അതിന്റെ കട്ടി കുറയും. അപ്പൊ ഇളക്കണ സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ പറഞ്ഞിട്ട് അവന് ചെസ്റ്റ് പീസ് ആണെന്ന്. പക്ഷെ ഞാൻ വന്നപ്പോ അതിൽ കയറി പിടിച്ചു. അപ്പൊ അവന്റെ മുഖത്തൊരു പക്ഷെ നമ്മളെന്ത് അങ്ങോട്ട് കൊടുത്തുട്ടോ. അപ്പോൾ അവന്റെ മുഖത്തൊരു സന്തോഷം കണ്ടേ. ചെസ്റ്റ് പീസ് കൊടുത്തന്നെ നന്ദിക്കാൻ തോന്നുന്നുണ്ട്. റൈസ് ഒക്കെ ഇട്ടിരുന്നു. ഇനി എന്താണ് അവന്റെ കിഡ്നി വല്ലതും വേണോ? ആ ദേഷ്യത്തിൽ മച്ചണൈസ് ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. മച്ചണൈസിനും റൈസിനൊന്നും പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഒരു മന്തിക്കടക്കാരും ചെയ്യരുത്. ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവര് പറയാ റൈസ് റെഡി ആവണുള്ളൂ. നമ്മുടെ മൂടാ പോയില്ലേ. മന്തി എന്നാണ് ഈ പ്രാന്തൊക്കെ നിർത്താൻ പറ്റണം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഫോളോ ചെയ്തൊന്ന് കൂടെ കൂടിയൊക്കെ കേട്ടോ. അപ്പൊ ശരി.